ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഞാനൊരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി. ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാർ പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യങ്ങൾ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. മേ ബി ഈ ഇൻ്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി വന്നേക്കാം. മേ ബി അത് സംഭവിച്ചേക്കാം. ഭാവനയെ സംബന്ധിച്ച് അവളുടെ ഒരു വെഡ്ഡിങ് വന്നപ്പം ആദ്യം അവൾ എന്നെയാണ് വിളിക്കുന്നത്. മമത അനുഭവിച്ചിട്ടുള്ള ശാരീരിക മാനസിക വിഷമങ്ങൾ നേരിട്ട് കണ്ട് കൂടെ കരഞ്ഞിട്ടുള്ള ഒരാളാണ്. മമതയുടെ പൊളിറ്റിക്സ് എന്താണോ, മമതയുടെ അഭിപ്രായം എന്താണോ, അത് മമത പ്രകടമാക്കുന്നത് ദാറ്റ്സ് മമതയുടെ ഇതാണ്. അതിനകത്ത് എനിക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. മമത മോഹൻദാസിന്, ഭാവനനെ, രമ്യ നമ്പീശന്, അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളും എൻ്റെ ലൈഫിലെ ഓരോരോരോരോ പാർട്ടുകളാണ്. ഇവരെല്ലാവരും എന്നെ എങ്ങനെയൊക്കെയോ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ എവിടുന്നൊക്കെയോ ഇങ്ങനെ കയറി അങ്ങ് വരുവാണ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. താഴേന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ അർത്ഥത്തിലല്ല, ഈ താഴെ അവിടെ നിന്ന് ഈ ഇഷ്ടികകളത്തിന്റെ അവിടെ നിന്നുണ്ടെങ്കിൽ ഇഷ്ടികകളൊന്നല്ല എൻ്റെ വീടെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ജൂലൈ മാസം ഉണ്ടല്ലോ, കർക്കിടക മാസമൊക്കെ ആയിക്കഴിഞ്ഞ് എൻ്റെ ലൈഫ് ഞങ്ങൾ ജീവിക്കുന്നത് സ്കൂളിലാണ്. വെള്ളം കയറും. ആ സ്ഥലത്ത് കംപ്ലീറ്റ് വെള്ളം കയറും. എന്താ പറയുക, ദുരിതാശ്വാസ കേന്ദ്രത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 10-20 ദിവസത്തോളം അവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്ര ഒരു ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു വീട്, ഇഷ്ടികയല്ല ചെളി കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി അങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു വീട് മഴയാകുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ച് മണ്ണൊലിച്ചങ്ങ് പോകും. വീട് നിലം പതിക്കും. ഞങ്ങളെല്ലാം കൂടി പോകും. പിന്നെ തിരിച്ച് പഞ്ചായത്തിൽ നിന്നുള്ള പൈസ കിട്ടുമ്പോൾ അത് പിന്നെയും പൊക്കും. അപ്പോൾ ആ ഒരു വീട് ഒരു സ്ട്രോങ് ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു വീട് കെട്ടിയിരുന്നെങ്കിലെന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുക. എൻ്റെ സ്കൂളിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പം ചിലർ അവജ്ഞയോടുകൂടി നോക്കും, ചിലർ കളിയാക്കും, ചിലർ ചിരിക്കും, ചിലർ സഹതാപത്തോടുകൂടി നോക്കും. ഇതെല്ലാം അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരു നേട്ടങ്ങളും ചെറുതല്ല. എന്നെ സംബന്ധിച്ച് ഒരു നേട്ടങ്ങളും എനിക്ക് ചെറുതല്ല. അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ദുബായിലടക്കം സ്വന്തമായൊരു വീട് വെക്കാൻ കഴിയുന്നു, എറണാകുളത്ത് വീട്. ഇതൊക്കെ ആ ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെട്ടത്, അതിൻ്റെയൊക്കെ ഒരു നമ്മൾ വിചാരിച്ചാൽ നടക്കത്തിരുന്നു പറയില്ലേ, അതിൻ്റെ ഒരു സംഭവമല്ലേ, അത് വലിയ കാര്യമാണ്. അക്കാര്യത്തിലോടൊക്കെയാണ് നമ്മൾ രഞ്ജുവിനോടുള്ളൊരു ഭയങ്കരമായ സ്നേഹം. അപ്പോഴും ഈ പഴയ കാര്യങ്ങൾ ഓർക്കാനും അവരെ കൂടെ നിർത്താനും അവരെയൊക്കെ ഓർക്കാനും എടുക്കുന്ന ഒരു മനസ്സിനും കൂടി ഈ സമയത്ത് ഒരു നന്ദി വാക്ക് പറയണം. ഇല്ല, നമുക്കിപ്പം എത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ പോയാലും ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. നമുക്ക് അന്നം തന്നവരെ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, നമ്മളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുള്ളവർ, അങ്ങനെയുള്ള പലരെയും നമുക്ക് ഓർത്തെടുക്കേണ്ടി വരും. അവരെയൊന്നും നമുക്ക് മറന്ന് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ജ്യോതി ചേച്ചീനെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ല, മുക്തേനെ ഒഴിവാക്കിയിട്ട് പറയാൻ പറ്റത്തില്ല. മമത മോഹൻദാസിന്, ഭാവനനെ, രമ്യ നമ്പീശന്, അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളും എൻ്റെ ലൈഫിലെ ഓരോരോരോരോ പാർട്ടുകളാണ്. ഇത്രയും ആളുകളുണ്ട്, ഇവരെല്ലാമായിട്ടും വല്ലാത്ത റാപ്പോർട്ടുള്ള ഒരാളാണ്, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷെ എന്നാലും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും, ഇവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ആൾക്കാരുണ്ടാവും. അപ്പം ജ്യോതിയെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചവരാരെങ്കിലും ഉണ്ട്? ഓരോരുത്തരും ഓരോ തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതെൻ്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മുക്ത. അതുപോലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജ്യോതിർമയി. അതുപോലെ തന്നെ തമിഴിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുള്ള രമ്യ നമ്പീശൻ, ശ്വേതാ മേനോൻ, ഭാവന, അങ്ങനെ പല ആർട്ടിസ്റ്റുകളും. അപ്പം ഓരോ ആളുകളുമായിട്ട് ഞാൻ എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ, ഇപ്പം ഭാവനയെ സംബന്ധിച്ച് അവളുടെ ഒരു വെഡ്ഡിങ് വന്നപ്പം അവൾക്ക് ആദ്യം അവൾ എന്നെയാണ് വിളിക്കുന്നത്. വെഡ്ഡിങ് ഡേറ്റ് തീരുമാനിക്കുമ്പോൾ എന്നെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഈ 3 ദിവസത്തെ മേക്കപ്പും എന്നോടാണ് പറയുന്നത്. പിന്നീടാണ് ഞാനാണ് ഭാവനയോട് പറഞ്ഞത്, ഭാവന നമ്മൾ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് സഹകരിച്ചിട്ടുള്ളത്, അപ്പോൾ അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കും എന്ന്. അപ്പോൾ ഭാവനയ്ക്ക് സിനിമയിൽ ചെയ്യുന്ന തമിഴ് ഇൻഡസ്ട്രിയിലുള്ളവരുണ്ട്. അപ്പോൾ അവർ കല്യാണ ദിവസം ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ എടുത്തൊരു കുറി പോലെ തൊട്ട്, അതും അവരുടെ ഒരു ഡ്യൂട്ടി, സന്തോഷം ഇല്ലേ,
അപ്പം നമ്മളെല്ലാവരെയും ചേർക്കുക എന്നുള്ളതാണ്. ഇപ്പം മമത മോഹൻദാസിനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയാമണി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അത് ഞാൻ അതിലേക്ക് വരാം. എന്താണ് പ്രിയാമണി ഞാനും തമ്മിലുള്ള ബന്ധം? ഇപ്പം മമത മോഹൻദാസിനെ സംബന്ധിച്ച് മമതയുടെ വേദനകൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. മമത അനുഭവിച്ചിട്ടുള്ള ശാരീരിക മാനസിക വിഷമങ്ങൾ നേരിട്ട് കണ്ട് കൂടെ കരഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരാളിൻ്റെ കണ്ണീര് കണ്ടിട്ട് ഞാൻ ദൈവങ്ങളോട് അത്രയ്ക്ക് ശപിച്ചിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന ദൈവങ്ങളെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം മമത വേദന തിന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മമത എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ഫിസിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഭാവന, ഇപ്പം ഞങ്ങൾക്കിപ്പം ഒരു വിഷയം വന്നപ്പം കൊറോണ വന്ന സമയത്ത്, ഫ്ലഡ് വന്ന സമയത്തൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റികൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഭാവനയ്ക്ക് ഒരു മെസ്സേജ് അയച്ച് ഇൻ ബിറ്റ്വീൻ എനിക്ക് ഭാവന പൈസ അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മഞ്ജു ചേച്ചിയാണെന്നുണ്ടെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ മഞ്ജു ചേച്ചി പൈസ അയച്ചു തന്നു. ജയേട്ടനാണെന്നുണ്ടെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും അങ്ങനെ ഓരോരുത്തരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ നമുക്ക് സ്പേസ് ചെയ്യേണ്ടി വരും. അവരെ ഒരിക്കലും എനിക്ക് മായിച്ച് കളയാൻ കഴിയത്തില്ല. അപ്പോൾ ആരാണ് എനിക്ക് ബെസ്റ്റ് എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. ഇവരെല്ലാം എൻ്റെ ലൈഫിൻ്റെ പാർട്ടാണ്. എൻ്റെ രഞ്ജുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായി 10 പേർ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി ഒരു ഓൺട്രപ്രണർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രിയാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമണിയുടെ ഒരു ചോയ്സാണ് ഞാൻ. പ്രിയാമണി കേരളത്തിൽ വന്ന ഒരു ചോയ്സാണ് രഞ്ജുമാർ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിലുള്ള ഫുഡ് എടുത്ത് കഴിക്കാനും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും ഒരു നാഷണൽ ഒരു പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റാണെന്ന് ഓർക്കണം. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഏതൊരു നിമിഷവും ഞാനൊരു മെസ്സേജ് അയച്ചാൽ വിതിൻ സെക്കൻഡിൽ എനിക്ക് റിപ്ലൈ തരും. അതുപോലെ ഞാനൊന്ന് വിളിക്കുവാണെങ്കിൽ ഏത് തിരക്കിനിടയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്യും. എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് വിളിക്കും. ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ എത്ര അവർക്ക് വേണ്ടിയിട്ട് മരിക്കാൻ കിടന്നിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അവർ റിപ്ലൈ തരുന്നത്. ഞാൻ അപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ലോകം ഈ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പോലും അത്രയും തിരക്കുകളില്ല. അദ്ദേഹം പോലും റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും പല കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കുന്നത് ഒരു സ്വകാര്യ സംഭാഷണമല്ല, ഒരാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഭിപ്രായമായിരിക്കാം. അപ്പോൾ ഇതവർ കാണണം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു വലിയ സഹായമായിരിക്കാം. ചിലപ്പോൾ ഈ മെസ്സേജ് ഇവർ വായിക്കുന്ന സമയത്ത് ഞാൻ ഇല്ലാണ്ട് പോയാൽ അതൊരു കുറ്റബോധം മനസ്സിൽ നീങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എനിക്ക് തരുന്ന മെസ്സേജുകൾക്ക് ഞാൻ എപ്പോഴും റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കുറച്ച് വിഷമങ്ങൾ എനിക്ക് ചില സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. ഞാനത് ഇതിലേക്ക് വരുമ്പോൾ പ്രിയാമണിയായിട്ടുള്ള സൗഹൃദം എനിക്ക് ഭയങ്കര കേൾക്കാൻ കൊതിക്കുന്നത്. കാരണം പ്രിയയുടെ കല്യാണത്തിന് ഒക്കെ ചെയ്തത് രഞ്ജുവിനായിരുന്നു. ഈ വീട്ടിൽ വരാനും ഒക്കെ എടുക്കുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പ്രിയാമണിയായിട്ടുള്ള ഒരു ബന്ധം പരുത്തിവീരൻ മുതൽ തുടങ്ങിയൊരു ബന്ധമാണ്. പരുത്തിവീരൻ മുതൽ ഇപ്പോൾ വരെ നിൽക്കുന്ന ആ ഒരു സൗഹൃദം പ്രിയാമണിയുടെ വീട്ടിൽ പോകാനാണെങ്കിലും പ്രിയാമണിയുടെ ഹസ്ബൻഡുമായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അതിപ്പം മമതയുടെ ആണെങ്കിലും ഉണ്ട്, ഭാവനയുടെ വീടും രമ്യയുടെ വീടും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമുക്കൊരു റൂം കിട്ടില്ലെങ്കിൽ എനിക്ക് കണ്ണടച്ച് പ്രിയാമണിയുടെ വീട്ടിലേക്ക് പോകാം, ധൈര്യമായിട്ട് പോകാം. അപ്പോൾ അവിടെയുള്ള ഓരോ അണുത്തരികളും എനിക്ക് ബൈഹാർട്ടാണ്. പ്രിയാമണിയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ബ്രദറാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വലിയൊരു ഇതാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു അക്കാഡമിയാണ് പ്രിയാമണി. അതിനപ്പുറത്തേക്ക് വേറെ വാക്കുകളൊന്നും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ മമതയുടെ കാര്യത്തിൽ ഫിസിക്കൽ ആൻഡ് മെന്റലി ഒരുപാട് വേദന വന്നതാണ്. ക്യാൻസർ ബാധ ഉണ്ടായി, എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങൾ. അത് വിവാഹ ജീവിതത്തിലെ ചില വിഷയങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു ആ കാലങ്ങളിലൊക്കെ. ടെൻഷനല്ല, ഈസ് യഥാർത്ഥ പവർ ലേഡി എന്ന് വേണമെങ്കിൽ നമുക്ക് മമതേനെ വിശേഷിപ്പിക്കാം. കാരണം ഞങ്ങൾ രുദ്രങ്കി എന്ന് പറഞ്ഞൊരു മൂവി തെലുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം കൈക്ക് ഒരു സ്വെല്ലിംഗ് ഉണ്ടായിട്ട് ഒരു വേദന അനുഭവിക്കുവാണ്. അപ്പം ആ ഒരു വേദന വെച്ചുകൊണ്ടൊരു ഫൈറ്റ് സീൻ ചെയ്യണം. ഓരോ ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ടും ബ്രേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കരയുവാണ്, കണ്ണിൽ നിന്ന് കുടുകുടാ വരുവാണ്. അപ്പം ഞാൻ ആ കൈ പിടിച്ച് താങ്ങി വെച്ചും കൊണ്ട് ഞാനും കൂടെ കരയും. അപ്പം എന്തിനാ ദൈവമേ ഇങ്ങനെ വേദന കൊടുക്കുന്നതെന്നുള്ളത്. അപ്പം അത്രയും അവൾ തരണം ചെയ്ത് വന്നത് നേരി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒരുപാട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും ഒപ്പം ദൈവങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ്
മമത മോഹൻദാസ്. അപ്പം എനിക്ക് കുറേ ഇൻസിഡൻറ്റുകൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ആസ് എ പേഴ്സൺ എൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ആരാണെങ്കിലും ഞാൻ വെട്ടിത്തുറന്ന് പറയും. ആ വെട്ടിത്തുറന്ന് പറയുന്ന സമയത്തുള്ളൊരു നീരസവേ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നമുക്ക് കണ്ടാൽ ചിരിക്കാൻ, വർത്തമാനം പറയാം, എന്തും ആകാം. അപ്പോൾ അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. കുറേ വർക്കുകൾക്ക്, കുറേ ആർട്ടിസ്റ്റുകൾ എന്നെ വർക്കിന് വിളിക്കാത്ത സന്ദർഭം, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഞാൻ ആ സമയങ്ങളിലെല്ലാം ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം, ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വിത്തിൻ സെക്കൻഡ് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവനിപ്പോൾ അത് ഏത് രാജ്യത്താണെങ്കിൽ പോലും ഞാൻ എങ്ങനെയും കോൺടാക്ട്സ് എടുത്ത് ആ പ്രോഡക്റ്റ് എത്തിക്കും. അതിവിടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രയും വിലപിടിപ്പുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇത്രയും മേക്കപ്പ് പ്രോഡക്റ്റുകൾ പല പല തട്ടുകളാക്കി വെച്ചിരിക്കുക. ഇന്ന ആർട്ടിസ്റ്റ്, ഇന്ന ആർട്ടിസ്റ്റ്, ഇന്ന ആർട്ടിസ്റ്റ്, ബ്രൈഡൽ, ആഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. എൻ്റെ സെലിബ്രിറ്റി മേക്കപ്പ് ബോക്സ് അങ്ങനെ ഇരിക്കുക. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് 6 months കഴിഞ്ഞാൽ എക്സ്പയറി ആവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എത്ര കാലം വരെ വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 6 months കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. ആരാണ് ശരിക്കും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതല്ല. അല്ല, എന്തായാലും വർക്ക് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരോട് സജഷൻ ചോദിച്ചിട്ടുണ്ടാവണം, അവർ നോ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ എനിക്ക് അറിയത്തില്ല. എന്നെ അങ്ങനെ വിളിക്കാതായി. പല പരിപാടികളും നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് സെലിബ്രിറ്റികൾ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ചില ആഡ് ഷൂട്ടുകൾ, ചില സിനിമകൾ, ചില എന്താ പറയുക പ്രോഗ്രാമുകൾ, ഇൻ്റർവ്യൂസുകളെല്ലാം നടക്കുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മേക്കപ്പ് ബോക്സ് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് കാരണം? വാട്ട് ടു ഡു നെക്സ്റ്റ് ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നുന്നു ഞാനൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി. ഞാൻ എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു. ഞാനത് പറഞ്ഞു. മേ ബി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാർ പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അവിടെയാണ് എനിക്കൊരു ചോദ്യചിഹ്നവും വന്നത്. എന്തുകൊണ്ട് ഞാൻ ആ നടിയുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ സംസാരിച്ചത്, എന്നിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം എന്തുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയയിൽ എന്നെ ഒന്ന് പാർട്ടാക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് വാട്ടെവർ അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണല്ലോ. അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്നത് അവരാരും അവരെ സപ്പോർട്ട് ചെയ്തത് ജെന്യൂൻ ആയിരുന്നില്ല എന്നും കൂടി എൻ്റെ അർത്ഥമുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. മേ ബി എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ ഒരു കാര്യം എൻ്റെ കണ്ണിൽ കണ്ട കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഐ എം നോട്ട് എ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഡയറക്ടറല്ല ഞാനൊരു കഥ എഴുതുന്ന ആളല്ല. കഥ എഴുതും, പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ കഥകൾ രചിക്കാനും വേണ്ടിയിട്ടുള്ള പവറൊന്നും എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ കണ്ണിൽ കണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നെ മാനസികമായിട്ട് തകർത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു. അന്ന് രാത്രിയിൽ ഞാനും മറ്റൊരു നടിയും ഈ നടിയും കൂടി ഒരു നടിയുടെ ഫ്ലാറ്റിൽ കാണാം, നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ഇട്ടതായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയത് കൊണ്ട് ഞാൻ ലൊക്കേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നത് ഏകദേശം 9, 9:30, 10 മണി സമയം. അപ്പോൾ ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ആ സമയത്ത് ഹൈവേയിലൂടെ ഞാനും ഉണ്ടായിരുന്നല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നിനക്ക് ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചു, ഒരു റിങ് എനിക്ക് തന്നൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടി. പിറ്റേ ദിവസം രാവിലെ മറ്റൊരു നടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അപ്പം ഭയങ്കര ഷോക്കായി എനിക്ക്. പിന്നെ എനിക്ക് ഇയാളെ നേരിട്ട് കാണാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്ര ഷോക്കായി. എന്തായി കേൾക്കുന്നത്? നമ്മുടെ കേരളത്തിലോ അമ്മയും സഹോദരങ്ങളും ആണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണോ ഇത് നടന്നിരിക്കുന്നതെന്ന് ഓർത്തുപോയി. അപ്പം ഞാൻ എൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പിന്നെ രഞ്ജുവിൻ്റെ ഒരു ബോധ്യം എന്താണ്? എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാനത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യങ്ങൾ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. മേ ബി ഇൻ്റർവ്യൂ റിവീൽ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് വധഭീഷണി വന്നേക്കാം. മേ ബി അത് സംഭവിച്ചേക്കാം. വാട്ടെവർ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇത്ര കാലം വരെ ജീവിക്കുമെന്ന് പറയുന്നത് അത് ശൂന്യമായിട്ടുള്ള ചിന്തഗതികൾ മാത്രമാണ്.
ഇല്ലേ? നമ്മളെങ്ങനെ ജീവിച്ചു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇല്ലേ? എനിക്കിപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ച് ലീഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നല്ലെങ്കിൽ ലെജൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള പേരൊന്നും എനിക്ക് എടുക്കണമെന്നില്ല. വാട്ടെവർ എങ്ങനെ ഞാൻ ജനിച്ചു, ഇപ്പം ഞാൻ എങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ അങ്ങ് തീർന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ഒരുപാട് ഇതുപോലുള്ള ക്ലോളുകളും എന്നെ തട്ടിക്കളയും, എൻ്റെ കൈ വെട്ടിക്കളയും, കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴെല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുക എൻ്റെ അഡ്രസ്സ്. യു ക്യാൻ കം ടു മൈ ഹോം, വാ വീട്ടിലേക്ക് വരൂ, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ട് പോയിക്കോ, നോ പ്രോബ്ലം, എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുറേ ഇടങ്ങളിൽ നിന്ന് ഞാൻ തഴയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എനിക്ക് എന്താ പറയുക, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു മരണത്തെ മുന്നിൽ കണ്ടിരിക്കുന്ന സമയത്താണ് മമത മോഹൻദാസ് എന്നെ വിളിക്കുന്നത്. നമുക്ക് പുതിയ സിനിമ ചെയ്യണം, നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് എനിക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു, അല്ലേ? ആ കച്ചിത്തുരുമ്പിലാണ് ഞാൻ മുറുകെ പിടിച്ചത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രീ ഡേറ്റുകൾ നോക്കിയിട്ടായിരുന്നു ആ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത് പോലും. ഒരു ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് വെഡ്ഡിങ് മേക്കപ്പ് ഉണ്ട് കേരളത്തിൽ. ഞാൻ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിൽ വന്ന് വെഡ്ഡിങ് മേക്കപ്പ് ചെയ്ത് തിരിച്ച് ചെന്നിട്ടാണ് ആ ക്ലൈമാക്സ് എടുക്കുന്നത് പോലും. അപ്പോൾ എൻ്റെ മമത അന്തരം പറഞ്ഞു, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരണം, വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയും എനിക്കൊരു ഫ്രീഡം തന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എങ്ങനെ എനിക്ക് മമതനെ മറക്കാൻ പറ്റും? ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മമതയുടെ പൊളിറ്റിക്സ് എന്താണോ, മമതയുടെ അഭിപ്രായം എന്താണോ, അത് മമത പ്രകടമാക്കുന്നത് ദാറ്റ്സ് മമതയുടെ ഇതാണ്. അതിനകത്ത് എനിക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. എൻ്റെ അഭിപ്രായങ്ങൾ പറയരുതെന്ന് മമത ഒരിക്കലും എന്നോടും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ എങ്ങനെ എനിക്ക് മമതേനെ മറക്കാൻ പറ്റും? അപ്പം മമതയുടെ കൂടെ ചേർന്നത് കൊണ്ട് തന്നെ പല ആർട്ടിസ്റ്റുകളും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവൾ മമതയുടെ ആളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും അവൾ ഭാവനയുടെ ആളാണ്. ഇവർ രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് നഷ്ടമായത്, എനിക്ക് ലക്ഷങ്ങൾ നഷ്ടമായതോ കോടികൾ നഷ്ടമായോ എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ പ്രൊഫഷൻ നഷ്ടമായി എന്നുള്ളതാണ്. എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ സ്വയം ആർജിച്ചെടുത്ത എൻ്റെ സ്കില്ലാണ്. എനിക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ സ്വയം എൻ്റെ ഡിഫക്റ്റുകൾ ഞാൻ തന്നെ നികത്തി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈഫിൽ എനിക്കൊരു റോൾ മോഡൽ ഇല്ല, ഒരു റോൾ മോഡലും ഇല്ല. എൻ്റെ റോൾ മോഡൽ ഞാനാണ്. എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. ബിക്കോസ് ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് കണ്ണാടി നോക്കുന്നത് എന്നെയാണ്, ഞാൻ മറ്റൊരാളെയല്ല നോക്കുന്നത്. എന്നിലുള്ള ഡിഫക്റ്റുകൾ, എൻ്റെ അഭിപ്രായങ്ങളിൽ വരുന്ന ഡിഫക്റ്റുകൾ, എൻ്റെ പെരുമാറ്റത്തിൽ വരുന്ന ഡിഫക്റ്റുകൾ, എൻ്റെ പ്രവൃത്തിയിൽ വരുന്ന ഡിഫക്റ്റുകൾ എല്ലാം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ അറിയത്തില്ല. എനിക്ക് മാത്രമേ എന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് റോൾ മോഡൽ ആകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എന്നെ എങ്ങനെയൊക്കെയോ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കയറി അങ്ങ് വരുവാണ്. അപ്പോൾ എവിടെ നിന്നാണോ നമുക്കൊരു സപ്പോർട്ട് ആഗ്രഹിച്ചത് അവരെല്ലാം നമ്മളെ തള്ളി പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടില്ല. നീ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നീ നിൻ്റെ റൈറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ, ആ സത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എന്നിട്ട് പോലും എന്നെ ഒഴിവാക്കി പറയാവുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല. ബിക്കോസ് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് 11 വർഷം താമസിച്ചിട്ടുള്ള ഒരാളാണ്. ഓപ്പോസിറ്റ് താമസിച്ചിട്ടുള്ള ഒരാളാണ് 11 വർഷം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് നാളെ കോടതിയുടെ എന്താണോ അത് തെളിയട്ടെ. എനിക്കിപ്പോൾ ആരോടും ഒരു വിരോധവുമില്ല. ഒരാളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനകത്ത് യാതൊരു കള്ളത്തരം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാം. തിളച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈമുക്കി നീ സത്യം ചെയ്യാൻ പറഞ്ഞു, ഞാൻ കൈമുക്കി സത്യം ചെയ്യും. ബിക്കോസ് അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട്, അത്ര ഉറപ്പാണത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അത് ഈ ലോകത്ത് തെളിയിക്കപ്പെട്ട സത്യങ്ങളൊന്നും സത്യങ്ങളാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഒരുപാട് പേരെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം എനിക്കൊന്ന് മറ്റേ ദീപിക പടുകോണൊക്കെ അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര രസമുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞ ചെയ്യാനില്ല, ചില ഭയങ്കര നമുക്ക് ഒരാളെ കൊതിക്കുമല്ലോ, അത് ഇയാളെ എങ്ങനെ ചെയ്താലും മേക്കപ്പ് ചെയ്യാവുന്ന അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ കേരളത്തിൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ മമത മോഹൻദാസിനെ മേക്കപ്പ് ചെയ്യുമ്പം എൻ്റെ ദീപികയാണ് മമത.
എൻ്റെ ദീപികയാണ് മമത. ഇപ്പം ഞാനിപ്പോൾ ചില പോസ്റ്റുകൾ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ദീപികയെ പോലെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചുമ്മാ സ്വയം ട്രോളാറുണ്ട്. ബട്ട് എൻ്റെ മനസ്സിൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ദീപിക പദുക്കോണിനെ പോലെ തോന്നുന്ന ഒരു ആർട്ടിസ്റ്റാണ് മമത. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം മമതയുടെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെയാണ് കൂടുതൽ. പിന്നെ പ്രിയാമണിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീഡം, ഭയങ്കര വിശേഷങ്ങൾ ഞങ്ങൾ പറയും, പല കാര്യങ്ങൾ. പക്ഷെ അവിടെ ഗോസിപ്പുകളോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങളും പ്രിയാമണിയുടെ കാര്യങ്ങളുമാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കളിച്ചിരി ബഹളമാണ്. ഞാൻ ആക്ട് ചെയ്യും, പാട്ട് പാടും, ഡാൻസ് കളിക്കും, അത്ര ഫ്രീഡമാണ് പ്രിയാമണിയായിട്ടുള്ളത്. ഇപ്പം പ്രിയാമണിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില സെലിബ്രിറ്റികൾ ഇപ്പോൾ ഒരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും, അത് ഇത് ഇന്ന്. പ്രിയാമണി ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കുകയില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും അതിന് വേണ്ട. അവിടെ എന്താണോ തരുന്നത് അത് മതിയെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് പ്രിയാമണി. അതുകൊണ്ടൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഇപ്പം ഭാവനയുടെ കൂടെ പോകുമ്പോൾ കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞിരിക്കും. അത് ഞങ്ങൾക്കിടയിലുള്ള ചില സീക്രട്ട് പൊട്ടത്തരങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞു കിടന്ന് ചിരിക്കുക എന്നുള്ളതാണ്. പറയാൻ കൊള്ളാത്തതുകൊണ്ട് പറയാൻ അല്ല, ചില എന്താ പറയാ, എന്നെ ചേർത്ത് ചില ഗോസിപ്പുകൾ പറയുള്ളൂ. അല്ല, അത് വായിച്ചാൽ അതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ഇല്ലേടി. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു വർക്കെങ്കിലും ഞാനും ഭാവനയും തമ്മിൽ ചെയ്യും. സമയം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും ചിലപ്പോൾ അവൾ വിളിക്കുമ്പം എനിക്ക് എന്തെങ്കിലും തിരക്കായിരിക്കും, അപ്പം ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു വർഷത്തിൽ 1-2 വർക്കുകൾ ഞങ്ങൾ ചെയ്തിരിക്കും. ആ ദിവസം മെമ്മറബിൾ ആയിരിക്കും. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ പേര് ഇപ്പം ശ്വേത ചേച്ചിയുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലോക കാര്യങ്ങൾ സംസാരിക്കും. മിസ് ഇന്ത്യ സമയത്തുള്ളത്, മിസ് വേൾഡ് സമയത്ത്. മമത മോഹൻദാസിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അതൊരു എനിക്കൊരു യൂറോപ്യൻ കൾച്ചർ ഇങ്ങനെ തരും. അവരിങ്ങനെയാണ്, ആ കൾച്ചർ ഇങ്ങനെയാണ്, അവർ രാജ്യത്ത് ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്, ഇവർ രാജ്യത്ത് ഇങ്ങനെയാണ്, അവരുടെ ബിസിനസ് ഇങ്ങനെയാണ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലാംഗ്വേജ് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരാളാണ് മമത മോഹൻദാസ്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്പേസുകളുണ്ട്. അല്ല, ഇപ്പോൾ ആരെങ്കിലും ഇപ്പം മേക്കപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന, ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി ദീപിക പദുക്കോൺ. സീരിയസ്ലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ദീപിക രാവിൽസ് ഇന്ത്യ ഫാഷൻ വീക്കിൽ വാക്ക് ചെയ്യാൻ വന്ന ഒരു മോഡലാണ്. ആ സമയത്ത് ആ കുട്ടി കന്നഡ മൂവി ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആ കുട്ടി മലയാളത്തിൽ ലാലേട്ടൻ്റെ ഒരു മൂവിയിൽ കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഹലോ ആണെന്ന് തോന്നുന്നു. ഹലോ മൂവി, അത് പാർവതി മിൽട്ടൺ പിന്നീട് ചെയ്തു. ആ സിനിമ ദീപിക പദുക്കോൺ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതേ സമയത്താണ് ഈ ഓം ശാന്തി ഓമിൻ്റെ ഓഡിഷൻ, ഫൈനൽ ഓഡിഷൻ. അപ്പം ഞങ്ങൾ വിൽസിൻ്റെ ഫാഷൻ വീക്ക് നടക്കുമ്പോൾ 5ാമത്തെ ദിവസം അംബികാപിള്ളയുടെ കൂടെ അസിസ്റ്റ് ചെയ്യാനാണ് ഞാൻ പോയത്. നമ്മുടെ നാട്ടുകാരിയാണ്. അപ്പം മാമിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ദീപിക ഉണ്ട്, 5 ദിവസമുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ഒരു ബുക്കുമായിട്ട് വരും. എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ മേക്കപ്പ് ചെയ്യും, റാമ്പിൽ പോകും, തിരിച്ചു വരും, ചിരിക്കും. അപ്പോൾ അന്ന് സംസാരിക്കാനുള്ള ഭാഷ ഭയങ്കര പ്രശ്നമല്ലേ. അറിയാവുന്ന തരത്തിലൊക്കെ ഞാൻ കൂടുതൽ ദീപികയായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് ഡേയ്സിൽ അംബിക മാം പറഞ്ഞു, ഇങ്ങനെ മലയാളത്തിൽ വരുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, രഞ്ജു ചെയ്യും, വിളിക്കണമെന്ന് പറഞ്ഞ് നമ്പരൊക്കെ കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു വലിയൊരു മൂവിയുടെ, ഓം ശാന്തി എന്ന് പറഞ്ഞില്ല, വലിയൊരു മൂവിയുടെ ഫൈനൽ ഓഡീഷനാണ്, 3 പേരാണ് ഫൈനൽ ഓഡീഷനിൽ, അതിലൊരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ദീപികയുടെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരും, നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടും, 100% ഉറപ്പാണ്, നിങ്ങൾക്ക് അതിനുള്ള ടാലൻറ്റും കാലിബറും ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലസ് അത് കഴിഞ്ഞു. ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നീടാണ് ദീപികേനെ ഓം ശാന്തിയിൽ കാണുമ്പോൾ മൈ ഗോഡ്, അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണല്ലോ എന്ന് ഓർക്കുക. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിൽ കണ്ടിട്ടുള്ള കുറേ കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം എനിക്ക് ഓർത്തെടുക്കാൻ പിന്നീട് കഴിഞ്ഞത് ദീപികയുടെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ പ്രൊമോഷൻ്റെ സമയത്താണ്. പക്ഷെ ആ കുട്ടി എന്നെ ഓർത്തു എന്നുള്ളതാണ്. എൻ്റെ ഇത്രയും ചേഞ്ച് വന്നിട്ടും ആ പഴയ 2006 നിന്ന് ഹാപ്പി ന്യൂ ഇയർ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലൂടെ സഞ്ചരിച്ച് കുറച്ചധികം മാറ്റങ്ങൾ വന്നു. പക്ഷെ എന്നിട്ടും ആ കുട്ടി എവിടെയോ എന്നെ കണ്ടുപിടിച്ചു, എവിടെയോ കണ്ടു മറന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു. പക്ഷെ അതിനുശേഷം
പിന്നെ കാണുന്നത് പത്മാവതിയുടെ റിലീസിങ്ങിൻ്റെ സമയത്ത് ദുബായിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം. പക്ഷെ ഇപ്പോഴും എനിക്ക് ഒരു കുഞ്ഞു പൊട്ടെങ്കിലും എനിക്ക് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അത് സാധിക്കട്ടെ ഈശ്വര. എനിക്ക് അതിനെക്കാട്ടിട്ട് വലിയൊരു ആഗ്രഹം കുതിവയ്ക്ക് നല്ലൊരു കുഞ്ഞ് പിറക്കട്ടെ പെട്ടെന്ന്. പ്രഗ്നൻ്റ് ആണ്, സെപ്റ്റംബറിലാണ് ഡെലിവറി. നല്ലൊരു കുഞ്ഞ് പിറക്കട്ടെ. ഞാൻ ആ നടനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങിയാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ആശ്വസിപ്പിക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോവും. ഐ ഡോണ്ട് നീഡ് പാർട്ണർ. സത്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടാത്തൊരു കാര്യമാണ് ഈ വിവാഹം. ഞാൻ പോലും അറിയാത്ത ഒരു കാര്യത്തിന്, ഞാൻ പോലും ചെയ്യാത്തൊരു തെറ്റിന് എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ മലത്തിക്കെടുത്തിട്ട് എൻ്റെ കാലിൻ്റെ ഉള്ളയിലേക്ക് ചൂരൽ വെച്ചിട്ട് എണ്ണി 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 അടിയുമായിരുന്നു. സ്റ്റാറ്റസുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെ സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേർഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും.